നമുക്ക് മണ്ണാർക്കാടേക്ക് പോകാം. CPIയുടെ മറ്റൊരു സീറ്റാണ് മണ്ണാർക്കാട്. പക്ഷെ അവിടെ ദീർഘകാലമായി ജോസ് ബേബി ജയിച്ചതിന് ശേഷം പിന്നെ ഒരു CPI കാൻഡിഡേറ്റ് ജയിച്ചിട്ടില്ല. സിറ്റിംഗ് MLA N ഷംസുദ്ദീൻ, അദ്ദേഹം 2011 മുതൽ MLA തുടരുകയാണ്. മൻസിൽ അബൂബക്കറിനെയാണ് ഇത്തവണ LDF ഒരു പുതിയ സ്ഥാനാർത്ഥി പരീക്ഷ നടത്തുന്നു. ഐസക് വർഗീസ് BDJS എന്ന സ്ഥാനാർത്ഥി NDAക്ക് വേണ്ടിയും മത്സരിക്കുന്നു. പാലക്കാട് UDFന് ഉറപ്പുള്ള 2 സീറ്റുകൾ, ഒന്ന് പാലക്കാടും ഒന്ന് മണ്ണാർക്കാടുമാണ്. അവിടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാണ് N ഷംസുദ്ദീൻ. നമുക്ക് പെട്ടെന്ന് അവിടുത്തെ സ്കോർ നോക്കാം. 48.11% കൂടി ഷംസുദ്ദീൻ മുന്നിലാണ്. വളരെ വ്യക്തമായ മുൻതൂക്കമുണ്ട്, 6.20. ഷംസുദ്ദീന് മണ്ണാർക്കാട് സേഫാണ്. മൻസിൽ അബൂബക്കർ 41.91, 6.20 വ്യത്യാസം. ഷംസുദ്ദീൻ തന്നെ മണ്ഡലം നിലനിർത്താനുള്ള സാധ്യതയാണ് കാണുന്നത്. പക്ഷേ ഒരു മത്സരം അവിടെയുണ്ട്. ഇപ്പോൾ നമ്മൾ മണ്ണാർക്കാട് മണ്ഡലം നോക്കുമ്പം പാലക്കാട്ടെ മറ്റ് മണ്ഡലങ്ങളെ പോലെ പരിഗണിക്കരുത്. അത് UDFന് വലിയ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ വലിയ എഡ്ജ്. MP രാജേഷ് പരാജയപ്പെടുമ്പോൾ അന്ന് VK ശ്രീകണ്ഠൻ ജയിക്കുന്നത് മണ്ണാർക്കാട്ടെ ആ വലിയ ലീഡ് കൊണ്ടാണ് ആ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് തന്നെ. അപ്പം മണ്ണാർക്കാടിനെ സംബന്ധിച്ച് UDFന് എഡ്ജുള്ളതാണ്. ഇവിടെ ഒരു LDF നടത്തിയിരിക്കുന്ന ഒരു പരീക്ഷണം, അവിടുത്തെ ഒരു വ്യവസായി ഒരാളെ ഈ ലീഗിന് ഏറ്റവും കൂടുതൽ വോട്ടും അല്ലെങ്കിൽ ലീഡും കിട്ടുന്ന അലനല്ലൂർ പഞ്ചായത്ത് പോലുള്ള പഞ്ചായത്തുകളെ ആ വോട്ടുകളെ വിഘടിപ്പിച്ചുകൊണ്ട് അല്ലെ അവിടുന്ന് ഒരു വോട്ട് സമാഹരിച്ചുകൊണ്ട് നമ്മൾ ആ പഞ്ചായത്തുകളിൽ സ്ട്രാറ്റജിയാണ്. അതെ, 5870 വോട്ടിനാണ് ഷംസുദ്ദീൻ ജയിക്കുന്നത്. അപ്പോൾ ലീഗിന്റെ കുറച്ച് വോട്ടുകൾ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ജയിക്കാനുള്ള സ്ട്രാറ്റജി. ആ ലീഗിന് വലിയ മേധാവിത്വമുള്ള, ഇദ്ദേഹത്തിന് വലിയ വ്യക്തിബന്ധമുള്ള പഞ്ചായത്തിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു. ആ പ്രദേശത്ത് നമ്മൾ സാമ്പിൾ നടത്തിയിരുന്നു. അവിടെ ചെറിയൊരു മുൻതൂക്കം മാത്രമേ ഷംസുദ്ദീനുള്ളൂ. പക്ഷേ മണ്ഡലത്തിൽ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ പറയുന്ന ഷംസുദ്ദീൻ ഒരു മുൻതൂക്കമുണ്ട്. നമ്മളോട് പങ്കെടുത്ത, നമ്മുടെ സർവേയിൽ പങ്കെടുത്ത വോട്ടർമാരിൽ കൂടുതൽ ആളുകൾ ഷംസുദ്ദീന് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും വോട്ട് ചെയ്യുമെന്ന് അഭിപ്രായപ്പെട്ടവരാണ്. ഓക്കെ, അങ്ങനെ മണ്ണാർക്കാട് മണ്ഡലം UDF നിലനിർത്തും. പാലക്കാട് ജില്ലയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുമുന്നണിക്ക് വലിയ നഷ്ടം വരുന്നില്ല എന്നുള്ളതാണ് ഈ അഭിപ്രായം സർവേ ഫലം നൽകുന്ന സൂചന. പക്ഷേ UDFന്റെ അവരുടെ കേന്ദ്രങ്ങൾ നിലനിർത്താൻ അവർക്ക് കഴിയും. മണ്ണാർക്കാട് ഒരു സേഫ് UDF സീറ്റാണ്. പക്ഷേ ഇത്തവണത്തെ ഒരു പരീക്ഷണം സാധാരണ നിലയിൽ KP സുരേഷ് രാജിനെ പോലെയൊക്കെയുള്ള CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഇത്തവണ ഒരു സ്ഥാനാർത്ഥി പരീക്ഷണത്തിന് തയ്യാറായിരിക്കുന്നു. എന്തായാലും അത് ഒരു അർത്ഥത്തിൽ 6.2 ലീഡേ ഉള്ളൂ ഇപ്പോൾ ഷംസുദ്ദീന് എങ്കിൽ ആ സ്ഥാനാർത്ഥിത്വ പരീക്ഷണം വിജയിക്കുന്ന മട്ടാണ്. പക്ഷേ അതൊരു വിജയത്തിലേക്ക് നീങ്ങില്ല എന്നാണ് ഈ ട്രെൻഡ് സൂചിപ്പിക്കുന്നത്. മറ്റ് ലീഗിന്റെ മണ്ഡലങ്ങൾ മലപ്പുറത്തെ ആണെങ്കിലും സമീപ പ്രദേശങ്ങളിലെ ലീഗിന്റെ മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോൾ താരതമ്യേന ഷംസുദ്ദീൻ കുറവാണ് നമ്മൾ മറ്റു മണ്ഡലങ്ങൾ നോക്കുമ്പോൾ.